അൽസൈമേഴ്സ് ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു നമ്മുടെ തലച്ചോറിലൊരു ഗ്ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്. ഈ ഗ്ലിംഫാറ്റിക് സിസ്റ്റം രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഡീപ്പ് സ്ലീപ്പിൻ്റെ സമയത്താണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്. ഈ ഗ്ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലെ നാഡികൾക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന പ്രോട്ടീൻ പ്ലാക്സ് വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ തലച്ചോറിലും നമ്മൾ ഉണർന്നിരിക്കുന്ന എല്ലാ ഓരോ മണിക്കൂറും തലച്ചോറിലെ നാഡികൾക്ക് ചുറ്റും ഈ ബീറ്റ അമൈലോയിഡും ടൗ പ്രോട്ടീൻ പ്ലാക്സൊക്കെ അടിഞ്ഞുകൂടുന്നുണ്ട്. ഇത് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഗ്ലിംഫാറ്റിക് വാഷ് ഔട്ട് വഴിയാണ് വാഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് 6 മണിക്കൂറോ അതിൽ കുറവ് ഉറങ്ങുന്ന വ്യക്തികൾക്ക് പ്രോപ്പറായിട്ട് ഗ്ലിംഫാറ്റിക് വാഷ് ഔട്ട് രാത്രി നടക്കുന്നില്ല എന്നുള്ളത് കാരണം പ്രോപ്പർ ക്ലിയറൻസും നടക്കില്ല. അപ്പോൾ അവരുടെ തലച്ചോറിൽ എല്ലാ ദിവസവും ഈ അടിഞ്ഞു കൂടുന്ന സാധനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വർഷങ്ങൾ കഴിയുന്തോറും അവർക്ക് പതിയെ മറവി രോഗം വന്നു തുടങ്ങും. കാരണം തലച്ചോറിലെ നാഡികൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, നാഡികൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്, ഈ വേസ്റ്റ് പ്രോഡക്ട്സ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വയസ്സാകുമ്പോഴേക്കും അൽസൈമേഴ്സ് രോഗമൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അൽസൈമേഴ്സ് ഡിസീസിൻ്റെ ഒരു മെക്കാനിസമായിട്ട് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ നാഡികൾക്ക് ചുറ്റും ഈ പറഞ്ഞ ബീറ്റ അമൈലോയിഡും ടൗ പ്രോട്ടീൻ പ്ലാക്സും അടിഞ്ഞു കൂടുന്നു. അത് കാരണം നമ്മുടെ തലച്ചോറിലെ നാഡികൾ ഡിസിൻറ്റഗ്രേറ്റഡ് ആവുന്നു എന്നുള്ളതാണ്.